ഹലോ, ഇന്ന് കർക്കിടക 1 രാമായണ മാസാരംഭമല്ലേ. നാലമ്പല ദർശനമൊക്കെ തിരക്ക് പിടിച്ച സമയമാണ്. ഇവിടെ അടുത്താണ് തൃപ്പയാറമ്പലം. പക്ഷെ പോകാനൊന്നും പറ്റിയില്ല. രാവിലെ നല്ല മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും നല്ല മഴ കാണുന്നത്. അതേപോലെ നല്ല മഴ പെയ്തിരുന്നു. ആ വെള്ളത്തോട് മറ്റേ വേൾഡ് കപ്പിൻ്റെത് കാണാനുള്ളതാണ്. രാവിലെ എനിക്ക് വിളക്ക് വയ്ക്കാനൊന്നും പറ്റിയില്ല. വൈകുന്നേരം ആയപ്പോൾ അത് വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കാമെന്നൊക്കെ വിചാരിച്ച്. രാമായണം വായിക്കാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ യൂട്യൂബിലത് പാട്ട് വെച്ചിട്ടുണ്ട്. വിളക്ക് വയ്ക്കാനായിട്ട് അപ്പോൾ ഈ വിളക്ക് വയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരും. പണ്ട് ഇതേപോലെ ഞങ്ങൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, അതായത് 4 പഠിക്കുന്ന സമയത്ത്, 4 വരെ, പിന്നെ 5ാം ക്ലാസ്സിന് ശേഷം ഞാൻ ഹോസ്റ്റലാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് 4 വരെ പഠിക്കുന്ന സമയത്ത് വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഭജനയ്ക്ക് പോകും. ഈ ശ്രീരാമകൃഷ്ണ മഠം ട്രസ്റ്റിൻ്റേതായിട്ടൊരു നഴ്സറി ഉണ്ടായിരുന്നു വീടിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ വൈകുന്നേരം ഭജന ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നഴ്സറി ടീച്ചർ തന്നെയാണ്. ടീച്ചറുടെ കൂടെ നമ്മൾ പോവുക. എന്നിട്ട് ഭജന കഴിയും. 6 മണി തൊട്ട് 7 മണി വരെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഭജനയ്ക്ക് ഇരിക്കും. ഭജനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ടീച്ചർ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞു തരും. ഈ വിളക്ക് കത്തിക്കുമ്പോൾ അത് ഓർമ്മ വന്നു. അങ്ങനെ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കാറില്ല കേട്ടോ. ഇന്നിപ്പോൾ പിന്നെ കർക്കിടക 1 ആയതുകൊണ്ട് ഇവിടെ കത്തിക്കുമായിരുന്നു. പിന്നെ കത്തിക്കൽ നിർത്തിയതാണ്. പിന്നെ വീട്ടിലാകുമ്പോൾ, എൻ്റെ വീട്ടിലാകുന്ന സമയത്ത് അമ്മയും അനിയനാണ് കൂടുതലും വിളക്ക് കത്തിക്കുക. അങ്ങനെ ഞാൻ കത്തിക്കാറില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ വിളക്ക് കത്തിച്ച് തുടങ്ങിയത്. പിന്നെ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് ഹോസ്പിറ്റലിൽ വൈകുന്നേരം അവിടെ വിളക്ക് കത്തിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്ന ബ്ലോക്കിൽ. അപ്പോൾ അതുകൊണ്ട് അവിടെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചന്ദനത്തിരി കത്തിച്ച് കഴിഞ്ഞ് ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ അമ്മ വന്നിട്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്കെടുത്ത് വയ്ക്കും. ഇതിപ്പം അതേപോലെ പണ്ട് ഈ രാമായണം കർക്കിടകം എന്ന സമയത്ത് 7 ദിവസം വ്രതം എടുക്കും. രാവിലെ മുക്കുറ്റിക്കുരു തൊടുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. മുക്കുറ്റിയുടെ ചാറെടുത്തിട്ട് അത് കുരു തൊടും. അവിടെ വീട്ടിലായിരുന്ന സമയത്ത് അമ്മ ഈ നാലമ്പല ദർശനത്തിന് ആളുകളെ കൊണ്ടുപോയിരുന്നു. വണ്ടി വിളിച്ചിട്ട് നമ്മൾ പോകും അവിടെ നിന്ന്. രാവിലെ നേരത്തെ പോയാലാണ് അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞിട്ട് വരാൻ പറ്റുക. ഇവിടെ ഇപ്പോൾ അടുത്താണ് അമ്പലം, പക്ഷെ ഇത് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. ഓരോരുത്തരും ഓരോ സമയമുണ്ടല്ലോ അല്ലേ. അങ്ങനെ ഇപ്പം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ അവിടെ വിളക്ക്, ഇവിടെ പിന്നെ പൂജാമുറിയായിട്ടില്ല. നമ്മൾ പുറത്ത് തന്നെ അവിടെ പൊട്ട് വെച്ചിട്ടുണ്ട്. അവിടെ വിളക്ക് വയ്ക്കുക, അങ്ങനെയാട്ടോ ചെയ്യാറ്.